ഇനി എന്നതാ എന്റെ മോടെ മനോഭാവം? എന്ത് എക്സ്ക്യൂസായി ഇനി നിനക്ക് പറയാനുള്ളത്? ശ്യാമിന് കൊടുക്കണ്ട, ടീച്ചർക്കും കൊടുക്കണ്ട. പക്ഷെ ഇപ്പൊ മടങ്ങി വന്നിരിക്കുന്നത് ആ കുഞ്ഞിന്റെ അമ്മയാണ്, അവളെ നൊന്തു പ്രസവിച്ച അമ്മ. എനിക്കിപ്പോഴും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല പപ്പ. ഓ, പിന്നെ മദർ മാർഗരറ്റ് കള്ളം പറഞ്ഞു എന്നാണോ? അവർക്കിതുകൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? ഈ ലോകത്ത് നിനക്ക് ഏറ്റവും വിശ്വാസമുള്ളത് അവരെ തന്നെയല്ലേ? എനിക്ക് കാണണം, കണ്ടു ബോധ്യപ്പെടണം, എങ്കിലേ ഞാനത് വിശ്വസിക്കൂ. ആരെയും വിശ്വസിക്കൂ. കണ്ടു ബോധ്യപ്പെട്ടാൽ പറ. ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നീ എന്ത് ചെയ്യും? എനിക്കതറിയണം. പറ പപ്പ. തർക്കിച്ച് ജയിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും നീ അന്ന് പറഞ്ഞ ഞാൻ ഓർക്കുന്നു. സ്നേഹ ശ്യാമിന്റെ കുഞ്ഞാണെന്നുള്ളതിന് തെളിവെന്താണെന്ന്. അയാൾക്ക് ഈ കുഞ്ഞിനെ ആവശ്യപ്പെടാൻ യാതൊരു അവകാശവും ഇല്ലെന്ന്. ഇല്ലെങ്കിൽ മരിച്ചുപോയ രേണുക തിരിച്ചു വരട്ടെ, കുഞ്ഞിനെ നീ കൊടുക്കാവെന്ന്. മദറിനെ തെറ്റിട്ടില്ലെങ്കിൽ, അത് രേണുക തന്നെയാണെങ്കിൽ നീ വാക്കുപാലിച്ചേ തീരൂ. ബാഗൊക്കെ റൂമിലേക്ക് വെച്ചോ. രേണുക ഹോസ്പിറ്റലില്ല. അതിനു മുമ്പ് നമുക്ക് മദറിനെ ഒന്ന് കണ്ടിട്ട് പോകാം. വരും. ഗുഡ് മോർണിംഗ് മദർ. വരൂ. മിസ്സസ് അരുന്ധതി മേനോൻ അല്ലേ? ഞാൻ വായിച്ചിട്ടുണ്ട് കവിതകൾ. താലോലത്തെ പറ്റിയും കേട്ടിട്ടുണ്ട്. ഒന്ന് പരിചയപ്പെടണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു മദർ. ഇങ്ങനെ ഒരു അവസരം ഉണ്ടായതിൽ ഞാൻ സിസ്റ്റർ മാർഗരറ്റിനോട് കടപ്പെട്ടിരിക്കുക മദർ. മേൽവിലാസം പോലും ഇല്ലാതിരുന്ന രേണുകയുടെ രക്ഷകയായി നിയോഗിക്കപ്പെട്ടത് ഈ ഇരിക്കുന്ന മാർഗരറ്റ് ആണെങ്കിലും അതിന് സാഹചര്യം ഒരുക്കിയത് അമ്മയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ സൂര്യ തേജസ്സാണ്. അതുകൊണ്ട് നമ്മൾ അമ്മയോടാണ് കടപ്പെട്ടിരിക്കുന്നത്. പാവപ്പെട്ടവരുടെ അമ്മയായ മദർ തെരേസയുടെ ചിത്രം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഇവിടെ വരാൻ കഴിഞ്ഞതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട് മദർ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. രേണുകയെ കണ്ടില്ലല്ലോ. മദറിനെ കണ്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് കരുതി. ഇനിയും താമസിക്കണ്ട, പോയി രേണുകയെ കണ്ടിട്ട് വരൂ.
എനിക്കൊരല്പം ജോലിത്തിരക്കുണ്ട്. അത് കഴിഞ്ഞ് ഞാനങ്ങ് എത്തിക്കൊള്ളാം. ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. ശരി മദർ. ശരി മദർ. ഉം. ഹലോ. വരൂ. രേണുകേ, ഇങ്ങോട്ട് നോക്കിയേ. ഇത് ഞാനാ, അരുന്ധതി മാഡം. എന്നെ മനസ്സിലായില്ലേ നിനക്ക്? ഇല്ല മാഡം, അവൾ ആരെയും തിരിച്ചറിയില്ല. അന്ന് തലക്കേറ്റ ഗുരുതരമായ മുറിവാണിതിനെല്ലാം കാരണം. നന്നായി ട്രീറ്റ് ചെയ്താൽ മാറുമെന്നാ റോയി പറഞ്ഞത്. ഹോസ്പിറ്റലും മരുന്നും രണ്ടും പുള്ളിക്കാരിക്ക് പേടിയാ. അതിന്റെ പിണക്കായത്. ഇനി തന്നെ ഞാനൊന്ന് കൊടുത്തു നോക്കാം. ദാ കുടിക്ക്. ഈ മരുന്നൊന്ന് കഴിച്ചേ. അസുഖം മാറണ്ടേ മോളെ? ഇതങ്ങ് കുടിച്ചേ. കുടിക്കേ. നാട്ടിലേക്ക് കൊണ്ടുപോയ എല്ലാം നേരെയാകുമെന്ന എന്റെ വിശ്വാസം. എത്രയും വേഗം രേണുകയെ നാട്ടിലെത്തിക്കണം. അതിനു വേണ്ട പേപ്പേഴ്സൊക്കെ. അതൊക്കെ മദറമ്മ ശരിയാക്കിക്കോളും. നാളെയോ മറ്റന്നാളോ ഇവിടുന്ന് രേണുകയുമായി നമുക്ക് യാത്രയാകാൻ പറ്റും. പക്ഷേ നിർമ്മല ടീച്ചർ ഇല്ലാത്ത സ്ഥിതിക്ക് അവിടെ ചെന്നാലുടൻ ടീച്ചറെ വിവരം അറിയിക്കാനുള്ള വഴികളെപ്പറ്റി ചിന്തിക്കണം. നിർമ്മല ടീച്ചർ മടങ്ങി വരും. അതുവരെ രേണുകയെ താലോലത്തെ താമസിപ്പിക്കുന്ന നല്ലത്, അല്ലേ സിസ്റ്റർ? ആ, അത് തന്നെയാ നല്ലത്. അവിടെയാകുമ്പോ മീനാക്ഷിയും മാഡം ഒക്കെ ഉണ്ടല്ലോ. രേണുക എങ്ങനെ ഇവിടെ എത്തിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. താലോലത്തിൽ നിന്നും കാണാതാവുമ്പോ രേണുക പൂർണ്ണ ഗർഭിണിയായിരുന്നു. ആ സ്ഥിതിക്ക് ആ കുഞ്ഞും ജീവിച്ചിരിപ്പുണ്ടാവണം. ആ കുഞ്ഞെവിടെ? എന്തായാലും രേണുകയെ തിരിച്ചു കിട്ടിയല്ലോ. ഇതുപോലൊരു ദിവസം ആ കുഞ്ഞും നമ്മുടെ മുൻപിലെത്തും, അല്ലേ സിസ്റ്റർ? ബാക്കി പേപ്പേഴ്സ് എല്ലാം ഇന്ന് തന്നെ റെഡിയാവുമെന്നാ തോന്നുന്നേ. ശരി ശരി സാർ, ഞാൻ വിളിക്കാം. ശരി. തിരുവനന്തപുരത്തുനിന്ന് CIയെ വിളിച്ചത്. നമ്മൾ നാളെ തന്നെ പുറപ്പെടുമോ എന്ന് ചോദിച്ചു. ഞാൻ അതേന്നാ പറഞ്ഞത്. ദേ, പേപ്പേഴ്സുകളൊക്കെ റെഡി. ഇത് രേണുയുടെ മെഡിക്കൽ റിപ്പോർട്ടുകളാ. ചെക്കപ്പിൻ്റെയും മെഡിസിൻസിൻ്റെയും മറ്റും. അവിടെ ചെല്ലുമ്പോൾ റെഫറൻസിന് എളുപ്പമാണ്. ആ, ഇത് ജേർണി ടിക്കറ്റ്. ഒന്നും കളയരുത്, സൂക്ഷിച്ചു വെക്കണം. ഇറ്റ്സ് ഓൾ റൈറ്റ്. നാട്ടിൽ ചെല്ലുമ്പോഴേക്കും എല്ലാം നേരെയാവും. നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവണമെന്ന് മാത്രം. നീ എന്നാ ഇനി നാട്ടിലേക്ക്? ഞാൻ ഒരു ദിവസം അങ്ങെത്തും, നോക്കിക്കോ. നീനം ഒന്ന് വന്നേ. ആ, മേഡം ഒരു മിനിറ്റ്. റോയ്മോനെ, ഞാൻ പറഞ്ഞൊന്നും നീ മറക്കരുത്. എത്രയും വേഗം ഒരു കല്യാണക്കാരി ആലോചിക്കണം. നാട്ടിൽ വന്നാൽ നമുക്ക് ഉടനെ അതങ്ങ് നടത്താം. അതല്ല, നിനക്ക് കൽക്കട്ടയിലോ ബാംഗ്ലൂരോ ആണ് താല്പര്യമെങ്കിൽ അതിന് എനിക്ക് സമ്മത. എന്തു തന്നെയായാലും ഇനി താമസം വേണ്ട. എല്ലാം എൻ്റെ നീനാമര ഇഷ്ടം പോലെ തന്നെ നടക്കും. എന്താ പോരെ, ധൈര്യമായിരുന്നുള്ളൂ. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ?
നീനാമ മനസ്സിലൊളിപ്പിച്ച സത്യം അതല്ലേ രേണുക? രേണുകയെ സംബന്ധിക്കുന്ന എന്തോ ചില രഹസ്യങ്ങൾ നീനാവിടെ മനസ്സിലുണ്ട് അല്ലേ? നമ്മൾ എത്രയൊക്കെ ഒളിപ്പിച്ചാലും ആ സത്യം മറന്നേക്ക് പുറത്തു വരും റോയ് മോനെ. എല്ലാം വളരെ വിചിത്രമായിട്ടാ തോന്നുന്നത്. കൺമുമ്പിലെ സത്യങ്ങളെപ്പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. സത്യമാണ്. എനിക്കും ആദ്യം എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല മാഡം വരുന്നതുവരെ. എന്നിട്ടും ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു. ഒരുപക്ഷെ രൂപസാദൃശ്യം എന്നിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചതാണോ എന്ന് പോലും ഞാൻ സംശയിച്ചു. യാദൃച്ഛികമായിട്ടാണെങ്കിലും സിസ്റ്റർ ഇവിടേക്ക് വരാനും മരിച്ചു എന്ന് ഈ ലോകം മുഴുവൻ വിശ്വസിക്കുന്ന രേണുകയെ കണ്ടെത്താനും അതിന് മദർ വിമല ഒരു നിമിത്തമാകാനും എല്ലാം ഒരു നിയോഗം പോലെ തോന്നുന്നു, അല്ലേ സിസ്റ്റർ? ശരിയാണ്, ഇതൊരു നിയോഗം തന്നെയാണ്. കർത്താവിൻ്റെ നിയോഗം. ചരടുവലികളെല്ലാം അവൻ്റെ കൈകളിലൂടെ മാത്രമല്ലേ നിയന്ത്രിക്കപ്പെടുന്നത്? ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത് ആ ടീച്ചറെ കുറിച്ച്.